യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 21ലേക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. വെൻ എ ഹൈഡ്രജൻ ആറ്റം ഗോയിങ് ഫ്രം n is equal to 2 to n is equal to 1 emits a photon, its recoil speed is x by 5 meter per second, where x x ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. യൂസ് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഗിവൺ ദാറ്റ് 1.6 × 10⁻⁻27 കിലോഗ്രാം. സോ നിങ്ങൾക്കറിയാം ഇത് ആറ്റംസ് എന്നുള്ള ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. സോ ആറ്റത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് 2-ൽ നിന്ന് 1-ലേക്ക് ഉണ്ടാവുന്ന എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ബൈഹാർട്ട് ആയിരിക്കണം. എന്താണത്? 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത് 13.6 ആണ്, -13.6ഉം ഇത് -3.4 ഇലക്ട്രോൺ വോൾട്ടുമാണ്. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 10.2 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. സോ നമുക്കറിയാം ഈ പുറത്തേക്ക് വരുന്ന ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ P is equal to E/c അല്ലേ. സോ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ m/v അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് E/c is equal to m/v ആണെങ്കിൽ വാട്ട് ഈസ് v? E/mc എന്നല്ലേ ചെയ്യുക. സോ വാട്ട് ഇസ് വാല്യൂ ഓഫ് E എന്ന് പറഞ്ഞാൽ 10.2 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുക? ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1.6 × 10⁻⁻19 ഡിവൈഡ് ബൈ മാസ് ഈസ് ഗിവൺ ദാറ്റ് 1.6 × 10⁻27 ഇൻറ്റു c ഈസ് ഗിവൺ ദാറ്റ് 3 × 10⁸. ഈ 1.6ഉം 1.6ഉം നമുക്ക് കട്ട് ചെയ്തൂടെ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടും? 10.2 ഇൻറ്റു ഡിവൈഡ് ബൈ 3 10⁻27ഉം 10⁸ഉം 10⁻⁻19. അത് മുകളിലും 10⁻⁻19 താഴത്തും 10⁻⁻19 ആണെങ്കിൽ ബോത്ത് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. സോ 10.2/3 ആണ് ആൻസർ എടുക്കുന്നത്. ആൻസർ x/5 വേണ്ടത്. സോ താഴത്ത് 5 വരണമെങ്കിൽ മുകളിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴത്തും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 10.2 × 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 51. 51/3 × 5 തരും. 51/3യുടെ വാല്യൂ എത്രയാണ് മക്കളെ? 51/3 17. 17 ഡിവൈഡ് ബൈ 5 എന്നുള്ള ആൻസറിലേക്ക് എത്തും. വേർ ആൻസർ എന്ന് പറഞ്ഞാൽ x/5 ആണ്. എക്സിൻ്റെ സ്ഥാനത്ത് അപ്പോൾ എത്ര വരിക? 17 ആയിരിക്കും ആൻസർ വരിക.